2020 സിഡ്നി സ്വദേശിയായ ഡാനി അബ്ദുള്ളയുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും തകർത്ത ആ സംഭവം ഉണ്ടാകുന്നത്. തൻ്റെ 3 കുഞ്ഞുങ്ങളെയും അദ്ദേഹത്തിന് ആ വർഷം നഷ്ടപ്പെട്ടിരുന്നു. മദ്യപിച്ച് വാഹനമോടിച്ച സാമുവൽ എന്നയാളായിരുന്നു അതിനുത്തരവാദി. കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന സാമുവലിനോട് ആ കുഞ്ഞുങ്ങളുടെ പിതാവിനുള്ള മനോഭാവം പകയോ പ്രതികാരമോ അല്ല, മറിച്ച് ദയയും സ്നേഹവുമാണ്. തൻ്റെ കുഞ്ഞുങ്ങളുടെ മരണത്തിന് ഉത്തരവാദിയായ ആളോട് ഉള്ളുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ക്ഷമയുടെ പാഠം ലോകത്തിന് പകർന്നു നൽകിയിരിക്കുകയാണ് ഒരു ക്രിസ്തുമത വിശ്വാസി കൂടിയായ ഡാനി. ക്ഷമയ്ക്ക് പിന്നിലുള്ള കാരണവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിനം 7 ന്യൂസ് സ്പോട്ട്ലൈറ്റ് പുറത്തിറക്കിയ ഒരു ഡോക്യുമെൻ്ററിയിൽ ഈ സംഭവത്തെക്കുറിച്ച് ഡാനി പങ്കുവെക്കുന്നുണ്ട്. ഈ തീരുമാനം സ്വീകരിക്കാനുള്ള കാരണം എൻ്റെ വിശ്വാസവും അതോടൊപ്പം എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന എൻ്റെ കുട്ടികളുടെ ഭാവി എനിക്ക് പ്രധാനപ്പെട്ടതാണ്, ഡാനി പറഞ്ഞു. ഓസ്ട്രേലിയയിലെ ഏറ്റവും കഠിനമായ ജയിലുകളിലൊന്നിൽ കഴിയുന്ന സാമുവലിനെ ഡാനി സന്ദർശിക്കുന്നതും ഡോക്യുമെൻ്ററിയിൽ കാണാം. വികാരഭരിതമായ കൂടിക്കാഴ്ച എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ. 10 വർഷത്തിന് ശേഷമേ സാമുവൽ ജയിൽ മോചിതനാവുകയുള്ളൂ. ഡാനി, എൻ്റെ പ്രവൃത്തിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എത്രത്തോളം ദുഃഖമുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ആ തെറ്റിൽ ഖേദിക്കും. സാമുവലിൻ്റെ ഈ വാക്കുകൾക്ക് ഡാനിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു കഴിഞ്ഞു. തെറ്റ് ചെയ്ത വ്യക്തി പശ്ചാത്തപിച്ചപ്പോൾ ഒരിക്കലും നികത്താനാവാത്ത നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കാതെ അയാളോട് ക്ഷമിക്കാൻ മനസ്സ് കാണിച്ച ഡാനി സാമുവലിൻ്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് ചാൻസാണ് കൊടുത്തത്. പ്രതികാരത്തിന് പകരം സ്നേഹവും ക്ഷമയും തിരഞ്ഞെടുക്കാൻ ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.